ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഡിസംബർ 13 മുതൽ 20 വരെ മിക്ക ഗവർണറേറ്റുകളിലും വ്യത്യസ്ത തീവ്രതയിലുള്ള മഴ അനുഭവപ്പെടുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്. ശനിയാഴ്ച വൈകിട്ട് മുതൽ മുസന്തം ഗവർണറേറ്റിൽ മേഘസാന്ദ്രതയും ഇടവിട്ട മഴയും അനുഭവപ്പെടുമെന്നാണ് പ്രവചനം. ചില അവസരങ്ങളിൽ മഴ ശക്തമായേക്കാം. 5 മുതൽ 10 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത. മണിക്കൂറിൽ 10 മുതൽ 25 നോട്ട്സ് വരെ വേഗതയുള്ള വടക്കു പടിഞ്ഞാറൻ കാറ്റും വീശുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ബുറൈമി, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളെയും അസ്ഥിര കാലാവസ്ഥ ബാധിച്ചേക്കും. 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത. ഇത് വാദികൾ കവിഞ്ഞൊഴുകാൻ കാരണമായേക്കും. മഴയുള്ള സമയങ്ങളിൽ പൊതുജനങ്ങളും വാഹനമോടിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കണമെന്നും കാഴ്ച കുറയുന്ന സാഹചര്യം കണക്കിലെടുത്ത് വാഹനമോടിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചു. കടലിലേക്ക് പോകുന്നതിന് മുൻപ് ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തണുപ്പേറുന്ന സാഹചര്യവുമുണ്ട്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില 3.1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് സൈക്കിലാണ്. തലസ്ഥാന നഗരിയിലും ചൂടിന് ക്രമാതീതമായ കുറവുണ്ട്. ന്യൂനമർദ്ദം ശക്തമാകുന്നതോടെ താപനില ഇനിയും കുറയാനാണ് സാധ്യത.